എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ച എന്നിട്ടെന്നറിയാം, ഒരു ലോറി, ഒരു ലെയ്ലൻഡ് ലോറി മുരുങ്ങൂര് ജംഗ്ഷനിൽ സൈഡിൽ വീണാക്കാണ്. വീണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് ഭാഗം തോടിനായിട്ട് കുഴിച്ചിട്ട കുഴിയിലേക്ക് സാധനം ചെരിഞ്ഞിരിക്കുക. ക്രെയിനുകളൊക്കെ വന്നിട്ടുണ്ട്, ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട്, ശ്രമം നടക്കുന്നുണ്ട്. ഒടുക്കത്തെ ബ്ലോക്ക്. ഈ ദേശീയപാത നിർമ്മാണ കമ്മിറ്റി തീർച്ചയായിട്ടും ഈ മുരുങ്ങൂരിക്കോടൊക്കെ സഞ്ചരിക്കണം. ഇങ്ങനെ ജനങ്ങളെ പണ്ടാറടങ്ങാനായിട്ട് ചെയ്തു വെച്ചാണ് ഓരോ പരിപാടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദേശീയ പാതക നിർമ്മാണ കമ്മിറ്റി നടത്തിയിട്ടുള്ള ഈ വർക്ക് നിർമ്മാണങ്ങളുണ്ടല്ലോ, ആ നിർമ്മാണത്തിൽ യഥാവിധി ദിശാസൂചികയായിട്ട് നിന്ന ഒരാളുണ്ട്. അയാളെ ആദരിക്കണം. അയാൾ ആരാന്നറിയോ? കൊരട്ടി ജംഗ്ഷനിൽ ഓട്ടോ ഓടിക്കുന്ന ഷാജു എന്ന് പറഞ്ഞ ചേട്ടൻ. അവിടെ ഒരു കാന നിർമ്മിച്ചു കഴിഞ്ഞപ്പോഴേ ആ കാന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാനയുടെ മുകളിൽ സാധനം സംഗതികളൊക്കെ ഇട്ടു. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം പോവോ? എന്താണ് സംഭവം? ഒരു പിടിയിൽ ഇവരുടെ നിർമ്മാണങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? ആ ചേട്ടൻ കാനയുടെ മുകളിൽ സ്ലാബിൻ്റെ മുകളിൽ കയറി കിടന്നു. ആ പുള്ളിയുടെ ഒരു സാമൂഹ്യ ബോധം നോക്കിയാൽ ഒരാൾ ഒരു ജനപ്രതിനിധിക്കും ചെയ്യാവുന്ന സംഭവമാണ് ആ ഷാജു എന്ന് പറഞ്ഞ ചേട്ടൻ ചെയ്തത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആദരവ് കൊരട്ടിക്കാരോ മുരിങ്ങുകാരോ എവിടെയെങ്കിലും കൊടുക്കണമെങ്കിൽ ആ ചേട്ടനെ വിളിച്ച് ഷാജു എന്ന് പറഞ്ഞിട്ട് ഓട്ടോ ഡ്രൈവർ നമ്മുടെ കൊരട്ടി ജംഗ്ഷനിൽ ആ പുള്ളിക്ക് കൊടുക്കണം. ഇപ്പോൾ ഈ ലേലൻഡ് ലോറി താന്നു. ആ ഭാഗത്തെ കൂടെ പോകുന്ന ലോറികൾ സൈഡ് ഒതുക്കാൻ ശ്രമിക്കണമെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അങ്ങനെ തന്നെ ഈ ലോറി മറയുന്ന സാഹചര്യത്തിലേക്ക് എത്തും. ഇപ്പം കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. ഇവിടെ ഒരു തോടും കാനും നിർമ്മിച്ചിരിക്കില്ലേ? ഈ കാനയിലെ വെള്ളമൊക്കെ എവിടേക്കാണ് പോണേ? എവിടേക്കാണ് ഈ കാനയിലെ വെള്ളം പോണത്? ഒരു പിടിപാടും ഇല്ല. കാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, വെറുതെ തോന്നി മാതിരി. ഇപ്പോൾ കൊരട്ടി ജംഗ്ഷനിലേക്ക് നോക്കി, ഇന്ന് കാലത്തെ വെള്ളക്കെട്ടാണ് നിങ്ങൾ കാണുന്നത്. ഇതെന്ത് സംഭവമാണെന്ന് നോക്ക്. ഒരു ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പൊതുജനം ഇതുപോലെ കഷ്ടപ്പെടുന്ന സ്ഥിതി. കൊരട്ടി ജംഗ്ഷനിൽ വെള്ളക്കെട്ടിന്റെ അരികളി. ഇനി കൊരട്ടി ജംഗ്ഷനിൽ വേറൊരു സംഭവമുണ്ട്. കോനൂരിൽ നിന്ന് വരുന്ന ഭാഗമുണ്ടല്ലോ, ഈ കോനൂരിൽ നിന്ന് ഇരുചക്രവാഹനങ്ങൾ വന്നിട്ട് ആ ഹൈവേയിലേക്കാണ് എൻ്റർ ചെയ്യാൻ അവിടെ കിടക്കുന്നത് സ്കിഡായി. എന്താ സംഭവം? ഇതൊക്കെ തന്നെ ഈ വെള്ളക്കെട്ടും വഴുവഴുപ്പും പരിപാടി പല്ലടിച്ച് മൂന്നാമത്തെ സംഭവം. 3 സംഭവം ഉണ്ടായി. ഒരു ചേച്ചി, എല്ലാവരും ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഒരു ചേച്ചി ഭാഗ്യത്തിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ടു. രണ്ടാമത്തെ ആൾ സ്കിഡ് ചെയ്ത് വീണു. മൂന്നാമത് സ്കിഡ് ചെയ്ത് വീണു. ഇതെന്താ അവിടെ സ്കിഡ് ചെയ്ത് വീഴാൻ വല്ല ബാധയുണ്ടോ? നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. പൊതുജനങ്ങൾ കഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരു നിർമ്മാണ കമ്മിറ്റി ഫോം ചെയ്ത് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് കാണാൻ. വെള്ളക്കെട്ടും വണ്ടി താഴലും പല്ലടിച്ച് വീഴും മരമവും നിത്യനരകം ഒടുക്കത്ത ബ്ലോക്കും. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവർ കാലടി പാലത്തെ കൂടെ പോയപ്പോഴാണ് ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത്. ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. 1-2 മണിക്കൂറന്മാരെല്ലാവരും ഇവിടെ ബ്ലോക്കായി കിടന്നു നോക്കിയാൽ അപ്പോൾ അവർക്ക് സംഗതികൾ മനസ്സിലാവും, ജനം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. ഇപ്പോൾ ഈ മുരുങ്ങൂര് ചെരിഞ്ഞ ഈ ലൈലൻഡ് ലോറിയെ പോലെ നിരവധി വാഹനങ്ങൾ ഇനി വീഴാൻ കിടക്കണുള്ളൂ. ഈ സ്ലാബിന്റെ മുകളിൽ കൂടെ വാഹനങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സ്ലാബൊക്കെ പണിതേക്കണമെന്നില്ലേ? ആര് പരിശോധിക്കാൻ? ഈ വാഹനങ്ങൾ മുഴുവനും എവിടെയെങ്കിലുമൊക്കെ ഈ മഴക്കാലം കഴിയുന്നവരെ ചാഞ്ഞും ചെരിഞ്ഞും വീഴാനുണ്ട്. 2 വീലേഴ്സും ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ട സംഭവം. ഈ വാഹനങ്ങൾ ഇങ്ങോട്ട് സൈഡിലേക്ക് വീണോണ്ട് കുഴപ്പമില്ല, അതേസമയം ഇങ്ങേ സൈഡിലേക്ക് വീഴാണെങ്കിലോ? അത്രമാത്രം അശാസ്ത്രീയമായ നിർമ്മാണങ്ങളാണ് ഈ 544 ദേശീയപാതയിൽ ഈ മുരുങ്ങൂരും ചെറങ്ങരയിലും കൊരട്ടിയിലുമായിട്ട് നടത്തി വെച്ചിരിക്കുന്നത്. ജനങ്ങൾ സ്കിഡായി വീഴ, പല്ലടിച്ച് വീഴ, വെള്ളക്കെട്ട് ഒടുക്കത്തടങ്ങൽ, അതിൻ്റെ ഓരോ ലക്ഷണങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്രൈം വെച്ച് അത് പൊക്കാൻ നോക്കേണ്ട ഒടുക്കത്തെ ബ്ലോക്ക്, അങ്കമാലി വരെ ബ്ലോക്ക് എത്തിയെന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും സ്ഥിതിവിശേഷങ്ങൾ മാറട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ, ജനങ്ങൾ അനുഭവിക്കുന്ന ഈ യാതനകൾ, ഇതൊക്കെ ആര് മനസ്സിലാക്കും? ഇപ്പോൾ ഏതെങ്കിലും സൈഡ് മൊത്തത്തിൽ ഇടിഞ്ഞു വീണാൽ മാത്രമേ ഇനി NH ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെടാൻ കനിയൂ എന്ന് വെച്ചാൽ നിവൃത്തിയില്ല. ഈ മഴക്കാലത്തും ജനങ്ങൾ അതിദുരിതത്തിൽ. ഇന്ന് ഒരു ലേലൻഡ് ലോറി താന്നു, നാളെ എന്തൊക്കെ താഴ്ന്നുള്ളൂ കണ്ടറിയാം. ഇപ്പോൾ ആ ലോറി താന്ന ഭാഗത്ത് ഏതെങ്കിലും ആളുകൾ നിന്നിരുന്നെങ്കിലോ? പരിപാടി കഴിഞ്ഞു, സംസ്ഥാന ദുരന്തോ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാം. ഈ കാണുന്ന കാഴ്ച കണ്ടോ? കോനൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡാണത്. പുലർച്ചെ ഇവിടെ കണ്ട വെള്ളക്കെട്ടെന്ന് പറഞ്ഞാൽ പുഴ സമാനമാണ്. ഒരു പുഴ ഒഴുകുന്ന പോലെയാണ് ഇവിടുത്തെ ഈ വെള്ളക്കെട്ട്. എല്ലാ സംഗതികളും വെള്ളത്തിലായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കുറച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിർമ്മിച്ചിട്ടുള്ള ടേക്ക് ബ്രേക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിൽ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ വെള്ളത്തിലാണ്. അപ്പോൾ ഈ വെള്ളം പോകാൻ വേണ്ടി നിർമ്മിച്ച കാന എന്ത് പരിപാടിയാണ് ചെയ്യണത്? ഇത് പണിത ആൾക്കാർക്ക് തന്നെ അറിയില്ല കാനയിൽ കൂടെ വെള്ളം എവിടേക്കാണ് പോണേന്നുള്ളത്. വെറുതെ കടത്തൂട്ട് പണി. ഓരോ കടത്തൂട്ട് പണികൾക്കും വില കൊടുക്കേണ്ടി വരുന്നത് ജനങ്ങളാണ്. ഈ കാണുന്ന കാഴ്ച കൊരട്ടിക്കാർ ഒരിക്കലും മറക്കരുത്.